നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ വീട് നിർമ്മിക്കുന്നതിനായി 4 ലക്ഷം രൂപ വരെ ധനസഹായം. പണി പൂർത്തിയാകാത്ത വീടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ പണി പൂർത്തീകരിക്കുവാനുള്ള ധനസഹായവും നേടാൻ സാധിക്കും. SC/ST കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വരെ നേടാൻ സാധിക്കും. സ്ത്രീകൾക്ക് പ്രത്യേക മുൻഗണന. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈഫ് മിഷൻ സ്കീമിനെ കുറിച്ചാണ്. ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണുള്ളത്, എത്ര പണമാണ് ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ലൈഫ് മിഷൻ സ്കീമിന് 4 ഫേസസ് ആണുള്ളത്. അവ ഓരോന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ലൈഫ് മിഷൻ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാം. ലൈഫ് മിഷൻ പദ്ധതി എന്നത് കേരള സർക്കാരിന്റെ സമഗ്ര ഭവന സാമൂഹ്യ വികസന പദ്ധതിയാണ്. ലൈഫ് എന്ന വാക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ L എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലൈവ്ലിഹുഡ്, I എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻക്ലൂഷൻ, F എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫിനാൻഷ്യൽ, E എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എംപവർമെന്റ്. ഈ ഒരു പദ്ധതി നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച ഒരു പദ്ധതിയാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ഭൂമി ഇല്ലാത്തവർക്കും വീടില്ലാത്തവർക്കും സുരക്ഷിതമായ ഒരു ഭവനം നിർമ്മിച്ചു നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സഹായം നൽകുക, വീടിനോടൊപ്പം തന്നെ ജീവനോപാധി, അതുപോലെ തന്നെ സാമ്പത്തിക ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ലൈഫ് മിഷൻ പദ്ധതി എന്തിനാണ് ആരംഭിച്ചതെന്ന് നോക്കാം. കേരളത്തിൽ മുൻപ് പല ഭവന പദ്ധതികൾ ഉണ്ടെങ്കിലും പലപ്പോഴും പലർക്കും ആ ഒരു ആനുകൂല്യം നേടാൻ സാധിക്കാതെ പോയിരുന്നു. പല വീടുകളുടെ പണി ആരംഭിക്കുന്നു, പക്ഷെ അത് പൂർത്തിയാകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റു ചിലരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഭൂമിയുണ്ട്, പക്ഷേ അതിൽ വീട് നിർമ്മിക്കാനുള്ള പണമില്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. മറ്റു ചില വ്യക്തികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായി വീട് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയാണ്. മറ്റു ചില മനുഷ്യരുടെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് വീടുണ്ട്, പക്ഷെ ആ ഒരു വീട് വളരെ അപകടാവസ്ഥയിലായിരിക്കും നിലനിൽക്കുന്നത്. എപ്പോ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അത് ആ മനുഷ്യരുടെ ജീവിതം തന്നെ അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം, അതായത് ദീർഘകാല ലക്ഷ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം വീടില്ലാത്തവരില്ലാത്ത ഒരു സംസ്ഥാനമായി മാറ്റുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ഒരു ദീർഘകാല ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഈ ഒരു പദ്ധതി പല ഘട്ടങ്ങളായാണ് നടപ്പിലാക്കിയത്. നമുക്കിനി ഈ ഓരോ ഘട്ടവും എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. ഈ ഒരു പദ്ധതിയുടെ ആദ്യത്തെ ഫേസ് ആണ് പൂർത്തിയാകാതെ കിടക്കുന്ന വീടുകൾ പൂർത്തിയാക്കി നൽകുക. പഴയ ഭവന പദ്ധതികളിലൂടെ പണം ലഭിക്കുകയും അവർ വീട് നിർമ്മിക്കാൻ ആരംഭിക്കുകയും പക്ഷെ അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ പാതി വഴിയിൽ കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വീടുകൾ കണ്ടെത്തി സർക്കാർ അധിക ധനസഹായം നൽകുകയും ആ ഒരു വീടിന്റെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുക എന്നതാണ് ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്തിരുന്നത്. ഈ ഒരു ഫേസിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ബെനഫിറ്റ്സ് നേടാൻ സാധിച്ചത്. രണ്ടാമത്തെ ഫേസ് ആണ് ഭൂമിയുള്ളവർക്ക് വീട് വെച്ച് നൽകുക. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായി ഭൂമിയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വീട് വെക്കാനുള്ള പണമില്ല. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വീട് വെക്കാനുള്ള ധനസഹായം നൽകുക എന്നതാണ് രണ്ടാമത്തെ ഫേസിൽ ചെയ്തു വന്നിരുന്നത്. ഏകദേശം 4 ലക്ഷം രൂപ വരെയാണ് ധനസഹായം നൽകിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് ഏകദേശം 6 ലക്ഷം രൂപ വരെ ധനസഹായം നേടാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് വഴിയാണ് ഓരോ ഗഡുക്കളായി ഈ ഒരു തുക ജനങ്ങൾക്ക് നൽകുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഫേസിലേക്ക് പോകാം. മൂന്നാമത്തെ ഫേസിൽ ഭൂമിയില്ലാത്ത വീടില്ലാത്ത ജനങ്ങൾക്ക് സഹായം നൽകുക എന്നതാണ്. ഫസ്റ്റ് 2 ഫേസും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ഫേസിൽ, അതായത് പാതി വഴിയിൽ പണി പൂർത്തിയാക്കാൻ സാധിക്കാത്ത വീടുകൾക്ക് പൂർത്തിയാക്കി ആ ഒരു വീട് അവർക്ക് നൽകുക. രണ്ടാമത്തെ ഫേസിൽ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് വീട് വെക്കാനുള്ള ധനസഹായം നൽകുക. മൂന്നാമത്തെ ഫേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയുമില്ല വീടുമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നതാണ് മൂന്നാമത്തെ ഫേസിലൂടെ ചെയ്തു വന്നത്. ഭൂമിയില്ലാത്തവരെ പ്രത്യേക സർവേ വഴി കണ്ടെത്തി അത്തരത്തിലുള്ള ആളുകൾക്കായി
അടുത്തതായി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചു. നഗരമേഖലയിൽ ഫ്ളാറ്റ് വിതരണം ലോട്ടറി മുഖേന നടത്തി. ഇത്തരത്തിൽ ചെയ്തതുമൂലം നഗരത്തിൽ ദരിദ്രമായി ജീവിക്കുന്നവർക്കും ആശ്വാസമാണ് ലഭിച്ചത്. ഇനി നമുക്ക് നാലാമത്തെ ഫേസ് എന്താണെന്ന് നോക്കാം. ഇത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. 2025-2026 വന്ന അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് 3 വരെയുള്ള കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ പുതിയ അപ്ഡേറ്റ് ആയ ഫേസ് 4നെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഫേസ് 4 ആണ് ഏറ്റവും പുതിയ രജിസ്ട്രേഷൻ ഘട്ടം. ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2025 ജൂലൈ 1 മുതലാണ് ഈ ഒരു ഫേസിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചത്. സെപ്റ്റംബർ 15, 2025 വരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം നൽകിയിരുന്നു. ഈ ഒരു ഫേസിലൂടെ പുതുതായി അർഹരായ കുടുംബങ്ങളെ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഗ്രാമ നഗര മേഖലകളിൽ പ്രത്യേക പട്ടിക തയ്യാറാക്കി. ഫ്ളാറ്റുകൾക്ക് ലോട്ടറി സംവിധാനവും ഒരുക്കി. ഈ ഒരു ഫേസ് 4ന്റെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, മുൻപ് നമ്മൾ 3 ഫേസുകളെ കുറിച്ച് സംസാരിച്ചു. ഈ ഒരു 3 ഫേസിലും ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്ക് സഹായം നൽകുക എന്നതാണ് ഈ ഒരു ഫേസ് 4ന്റെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ശേഷിക്കുന്ന ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് സ്ഥിരതാമസം ഉറപ്പാക്കുക എന്നതും ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ സമ്പൂർണ്ണ ഭവനാവകാശം ഉറപ്പാക്കുക എന്നതും ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ലൈഫ് മിഷൻ പദ്ധതിയുടെ 4 ഫേസസിനെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈഫ് മിഷൻ പദ്ധതിയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് സ്വന്തമായി വീടില്ലാത്തവരായിരിക്കണം. അത് ഈ ഒരു പദ്ധതിയുടെ പ്രധാന മാനദണ്ഡമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും അപകടാവസ്ഥയിലുള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റു ചിലർ അനുഭവിക്കുന്ന പ്രശ്നമാണ് വീടിന്റെ പണി പകുതി പൂർത്തിയായിട്ടുണ്ടാവും, ബാക്കി പകുതി ചെയ്തു തീർക്കുവാനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെയുള്ളവർക്കും ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്ത് ആ ഒരു ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഇല്ലാത്ത ഒരാളാണെങ്കിലും നിങ്ങൾ അതീവ ദരിദ്രരായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു പദ്ധതിയിലൂടെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു ഭവനം നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകൾക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ ഒരു പദ്ധതിയിൽ പ്രത്യേകം മുൻഗണന ലഭിക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്നവർ അതുപോലെ തന്നെ വയോധികരായ വ്യക്തികൾക്കും ഈ ഒരു പദ്ധതിയിലൂടെ മുൻഗണന നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ എന്തൊക്കെ സാമ്പത്തിക സഹായമാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. സാധാരണ വിഭാഗത്തിൽ വരുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഏകദേശം 4 ലക്ഷം രൂപ വരെയാണ് ധനസഹായം നേടാൻ സാധിക്കുന്നത്. നിങ്ങൾ SC/ST വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 6 ലക്ഷം രൂപ വരെ ധനസഹായം നേടാൻ സാധിക്കും. നിങ്ങൾ ഭൂമി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനുമായ ധനസഹായം ലഭിക്കുന്നു. ഇനി നമുക്ക് ഇതിലൂടെ ലഭിക്കുന്ന ആ ഒരു തുക എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ആ ഒരു തുക മുഴുവനായി നേടാൻ സാധിക്കില്ല. അത് ഓരോ ഗഡുക്കളായാണ് ലഭിക്കുന്നത്. പഞ്ചായത്തുകൾ വഴിയാണ് ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ ആ ഒരു നിർമ്മാണം പുരോഗമിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഗഡുക്കളായി ആ ഒരു തുക നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ഗ്രാമസഭയിലോ അല്ലെങ്കിൽ വാർഡ് സഭയിലോ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ ആ ഒരു പഞ്ചായത്തിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കൃത്യമായി സമർപ്പിക്കുക. അതിനുശേഷം ഒരു സർവേയും അതുപോലെ തന്നെ ഒരു പരിശോധനയും ഉണ്ടായിരിക്കും. അത്തരത്തിൽ സർവേയും പരിശോധനയും നടന്നതിന് ശേഷം നിങ്ങൾ അർഹരാണെങ്കിൽ ഒരു അർഹതാ പട്ടിക അവർ പുറപ്പെടുവിക്കുകയും ആ ഒരു പട്ടികയിൽ നിങ്ങളുടെ പേര് വരികയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും നിങ്ങൾക്ക് തുക അനുവദിച്ച് ലഭിക്കുകയും അതിനുശേഷം നിങ്ങളുടെ ഭവന നിർമ്മാണം നിങ്ങൾക്ക് ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ 2026 ഈ ഒരു കാലയളവ് വരെ ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ആളുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ലഭിച്ചതെന്ന് നോക്കാം. 6 ലക്ഷത്തിലധികം കുടുംബങ്ങൾ അംഗീകരിച്ചു. 5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി. 1 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മാണത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭവന പദ്ധതികളിൽ ഒന്നാണ് ലൈഫ് മിഷൻ പദ്ധതി. ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ലൈഫ് മിഷനിലൂടെ ഒരു വീട് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു വീട് നിങ്ങൾക്ക് 12 വർഷം വരെ വിൽക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ വാടകയ്ക്ക് നൽകുകയാണെങ്കിൽ അതിന് കുറച്ച് നിയന്ത്രണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചെയ്യുന്നത് അർഹരായവർക്ക് ഈ ഒരു ഗുണം ലഭിക്കാനാണ്. അത് നമ്മൾ പറയുകയാണെങ്കിൽ ചിലരെങ്കിലും ഫേക്കായ ഡോക്യുമെന്റ്സ് നൽകി അല്ലെങ്കിൽ ഫേക്കായ വിവരങ്ങൾ നൽകി വീട് സ്വന്തമാക്കുകയും അത് വിറ്റ്
വിറ്റ് കൂടുതൽ പണം നേടാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ അർഹരല്ലാത്തവർക്ക് ഈ ഒരു ബെനിഫിറ്റ്സ് ലഭിക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള കർശനമായ നടപടികൾ എടുത്തിരിക്കുന്നത്. നമുക്കിനി ലൈഫ് മിഷൻ പദ്ധതിയുടെ സമഗ്ര ലക്ഷ്യം എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ അനലൈസ് ചെയ്യാം. വീടില്ലാത്തവർക്ക് വീട് നൽകുക, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുക, സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക, സാമൂഹിക ഉൾപ്പെടുത്തൽ, സമ്പൂർണ്ണ ഭവന അവകാശം എന്നിവയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന സമഗ്രമായ ലക്ഷ്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്, കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ലൈഫ് മിഷൻ പദ്ധതിയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം ഒരു വീഡിയോയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.